ഞാൻ ടിൻറ്റു സിനോയി. നമ്മുടെ പുത്തൻ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ വെളിയിലല്ലേ. ഞാൻ ഇന്ന് നമ്മുടെ ഇവിടെ ഇസ്രയേലിലെ പോസ്റ്റ് ഓഫീസ് കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ. അപ്പം നമ്മുടെ സാലറി ഒക്കെ വരുന്നത് പോസ്റ്റ് ഓഫീസിലേക്കാണ്. അപ്പം എനിക്കും അറിയത്തില്ല, നമ്മൾ ഇതുവരെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയിരുന്നു നടത്തിയത്. ഞാൻ ആദ്യമായിട്ടാണ് പോസ്റ്റ് ഓഫീസിൽ പോകുന്നത്. ഞാൻ വന്ന സമയത്ത് വേറെ സ്ഥലത്തായിരുന്നു, അപ്പോൾ അവിടെ പോയി അന്ന് അക്കൗണ്ട് എടുക്കാൻ പോയതേ ഉള്ളൂ. ഇപ്പം ഞാൻ വേറെ സ്ഥലത്തായതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് എന്നെ പറയുന്നതല്ല, നമുക്ക് ചോദിച്ചോ പോകാമെന്ന് പറഞ്ഞ പോലെ. ചോദിക്കാനും ഹീബ്രു ഒന്നും അറിയത്തില്ല. ഞാൻ ഗൂഗിൾ മാപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം എപ്പോഴാണെന്ന് അറിയത്തില്ല. രാവിലെ 9:15 എനിക്ക് സമയം കിട്ടിയേക്കുന്നത്. ഇപ്പം സമയം 8:30 15 മിനിറ്റ് എനിക്ക് കാണിച്ചേക്കുന്നത്. അപ്പം നടന്ന് പോകണം. എങ്ങനെയാണെന്നറിയത്തില്ല. നമുക്ക് ഒരുമിച്ച് അങ്ങ് നടക്കാം അല്ലേ. ചോദിച്ചു പോകാം. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് പോസ്റ്റ് ഓഫീസും അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് ഒരുമിച്ച് പഠിക്കാം അല്ലേ. അപ്പം വരുന്നവർക്കൊക്കെ അറിയാമല്ലോ, പോസ്റ്റ് ഓഫീസൊക്കെ കാണാൻ പറ്റുമല്ലോ. രാവിലെ തന്നെ നല്ല വെയിലാട്ടോ. ഒരു ക്യാപ്പൊക്കെ എടുത്ത് വെക്കണമായിരുന്നു, മറന്നുപോയി ടെൻഷൻ കാരണം. നടന്ന് പോകും കേട്ടോ. 10 മിനിറ്റ് കൂടെ കാണിക്കുന്നുണ്ട്. അറിയില്ല എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ല. ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൻപുറത്ത് പോകുന്ന പോലത്തെ ഒരു പ്രതീതിയാണ് ഇതിലെ പോയപ്പോൾ. ശരിക്കും നാട്ടിൽ കാണുന്ന പോലത്തെ ഓടിട്ട വീടും ഒക്കെ. ഒരു സൈഡ് ഫുള്ള് ഫ്ലാറ്റും ഭയങ്കര സംഭവമാണ്. ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ശരിക്കും പ്രദേശം പോലെ ഓടിട്ട വീടുകളൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ ഇസ്രയേൽ പോസ്റ്റ് ഓഫീസിലേക്ക് പോകുമ്പോൾ വെച്ചാൽ നമുക്ക് ചുമ്മാ പോകാൻ പറ്റില്ല. അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. മൈ വിസിറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്. ആപ്പിൽ കയറി നമ്മൾ ഇന്ന ഡേറ്റിൽ ഇന്ന സമയം ബുക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങോട്ട് അവിടെ ചെല്ലാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ സമയം 9:18. അങ്ങനെ ഞാൻ നമ്മുടെ ഇസ്രയേലിൽ പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ്. അപ്പം ഇവിടെ ഒരു മോണിറ്റർ ഉണ്ട്. അവിടെ ചെന്നിട്ട് ഹീബ്രുവിലാണ്, അത് നമ്മൾ ഇംഗ്ലീഷിലാക്കി ആക്കിയിട്ട് നമ്മൾ ഏത് നമ്പറിലാണോ ഇത് ബുക്ക് ചെയ്തേക്കുന്നത്, അപ്പോൾ ആ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടിച്ചു കൊടുക്കാം. പക്ഷേ ഞാൻ കുറേ നേരത്തെ കേട്ടോ വന്നത്. എനിക്ക് വഴിയൊന്നും അറിയത്തില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി. അപ്പോൾ നേരത്തെ വന്നുകൊണ്ട് ഞാനിതൊക്കെ അടിച്ചു കൊടുത്തു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, സമയമായിട്ടില്ല കുട്ടി, നീ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റംസ് എല്ലാം. കറക്റ്റ് സമയത്തിനൊക്കെ ഭയങ്കര വാല്യൂ ആണ്. നമ്മളൊക്കെ ചെല്ലുന്നിടം ആയിരുന്നല്ലോ. അങ്ങനത്തെ ആ ഒരു ഇതൊക്കെ മാറി കറക്റ്റ് നമുക്ക് സമയത്തിൻ്റെയൊക്കെ വിലയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. കറക്റ്റ് എനിക്ക് 9:10 ആയപ്പോഴാണ് എനിക്കിത് കിട്ടിയത് കേട്ടോ, കൂപ്പൺ കിട്ടിയത്. അങ്ങനെ ഞാൻ ഇരുന്നു. ഇതാണ് നമ്മുടെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ പോസ്റ്റ് ഓഫീസ്. എല്ലാവരും രാവിലെ തന്നെ പൈസ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ അങ്ങനെ ആ മുകളിൽ കാണുന്ന സ്ക്രീൻ ഉണ്ടോ, അതിലാണ് എൻ്റെ നമ്പർ കിട്ടി. ഇനി ആ മുകളിൽ കാണുന്ന സ്ക്രീനിലാണ് നമ്മുടെ ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പൈസയൊക്കെ വാങ്ങിച്ചു പോന്നു. ഞാൻ നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് നമ്മളിത് എത്തിച്ചേർന്നിരിക്കുകയാണ്. കാരണം ഭയങ്കര ചൂടായിരുന്നു കേട്ടോ വെളിയിൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പെട്ടെന്ന് ഓടി വന്നു. അപ്പോൾ ഇവിടെ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പം ഒരു സൂത്രം നിങ്ങളെ കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഇസ്രയേലിലെ പോസ്റ്റ് ഓഫീസ് കണ്ടു, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ കണ്ടു. അപ്പോൾ അവിടെ പോകുന്നത് നമ്മൾ എന്തിനാണ് മെയിനായിട്ട് നമ്മൾ പൈസ എടുക്കാനാണ്. ഇവിടെ ഇതിന് KESF എന്നാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷനൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഹീബ്രുവിനെ കുറിച്ച് ഞാൻ വളരെ വീക്കാണ്. അപ്പം ന്യൂ ഇസ്രയേലി ഷെക്കൽ, അതാണ് ഇത്. അതായത് ഇതുണ്ടോ, അതായത് നമ്മുടെ നാട്ടിൽ ഈ ക്യാഷ് മണി എന്നൊക്കെ പറയുന്നില്ലേ, എന്തോ ഒരു പട, അതുപോലെ ഇതാണ്. ഇത് 200 ഷെക്കലാണ്. 200 ഷെക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം 4000 രൂപയാണ് വരുന്നത്. അപ്പം ഇതുണ്ടോ, അപ്പം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടേ. അപ്പം ഇസ്രയേലിലേക്ക് വരാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെയൊക്കെ പൈസ ഒക്കെ ഒന്ന് പിടിക്കുന്ന ഒരു സ്വപ്നം കാണുന്ന മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളിതൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ഇസ്രയേലി ഷെക്കലൊക്കെ ഇങ്ങനെ എടുത്ത് കയ്യിൽ പിടിച്ചു. അതായത് നമ്മൾ പണത്തിനെ വളരെയധികം പ്രണയിക്കണം, സ്നേഹിക്കണം. നമ്മൾ വേറെ ഒന്നിനെ സ്നേഹിച്ചില്ലെങ്കിലും പണത്തിനെ ഇങ്ങനെ സ്നേഹിച്ച്, പണ്ടത്തെ ആൾക്കാർ പറയുന്നത് അയ്യോ പണത്തിനെ സ്നേഹിക്കരുത്, പണം അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല, പണത്തിനെ നമ്മൾ സ്നേഹിക്കണം. അപ്പോഴേ നമ്മുടെ വലിയിട്ട് പണം വരുള്ളൂ. അപ്പം ഇതിനെയൊക്കെ ന്യൂ ഇസ്രയേലി ഷെക്കൽ ഇതിനെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ഇസ്രയേലിലേക്ക് വന്ന് ഇങ്ങനെയൊക്കെ പൈസയൊക്കെ ഉണ്ടാക്കി നാട്ടിലേക്കൊക്കെ അയച്ച് എല്ലാവരും ലൈഫ് സെറ്റിൽ ആവട്ടെ. അപ്പം
ടാറ്റ. അപ്പോൾ അടുത്ത ദിവസം ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ.